അതെ, ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യലായിട്ടുള്ള ബീഫ് കറി കാണിച്ചു തരട്ടെ. സ്പെഷ്യലാണോ എന്നുള്ളത് നിങ്ങൾ പറയാം, പക്ഷേ ഞങ്ങൾക്ക് സ്പെഷ്യലാണ് കേട്ടോ. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ. കൊച്ചുള്ളി, ഇതൊരു 10-15 കൊച്ചുള്ളി ഉണ്ട് കേട്ടോ. പിന്നെ സവാള ഹാഫ് ഇട്ടിട്ടുള്ളേ. സവാള ശരിക്കും പറഞ്ഞാൽ വേണ്ട, ഇതിന് കൊച്ചുള്ളിയാണ് കൂടുതൽ വേണ്ടത്. എങ്കിലും ഒരു ഹാഫ് സവാള എടുക്കും ഞാൻ. പിന്നെ ഇത്രേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ തക്കാളി ടൊമാറ്റോ അധികം ഞാൻ എടുക്കാറില്ല ബീഫിന്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയെ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ബീഫ് കണ്ടോ, ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ് ബീഫ്. അപ്പോൾ ഇതിൽ ഞാൻ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയുടെ മിക്സ് ചെയ്തിട്ടാണ് വേവിച്ചത്. അതുപോലെ തന്നെ ഇതിങ്ങനെ നെയ്യാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. വേവിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇന്നലെ കിട്ടിയപ്പോൾ വേവിച്ച് ഫ്രിഡ്ജ് വെച്ചു. അപ്പോൾ ഇന്നലെ വേണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെ എടുക്കാതിരുന്നത്. അപ്പോൾ ഓർത്തു ഇന്ന് എടുക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായല്ലോ ബീഫ് കറി. എണ്ണ ചൂടായി, ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പെട്ടെന്ന് സൗണ്ട് കേൾക്കുന്നില്ലേ നിങ്ങൾ? ഇതിലേക്ക് ഞാൻ കുറച്ച് പെരുംജീരകം കൂടി ഇടുവാണേ, കുറച്ച്. കൂടെ നമ്മുടെ ജീരകവും എല്ലാം നന്നായി പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ ചേർക്കാമേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇടുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞാണ് കേട്ടോ. വെളുത്തുള്ളി ഇത്തിരി നീളത്തിലും ഇഞ്ചി കുറച്ച് കുഞ്ഞായിട്ടുമാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പം ഇതങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി. അപ്പോൾ അതേ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കൊച്ചുള്ളി ഇടാമേ. അപ്പോൾ കൊച്ചുള്ളി ഇട്ടു. അപ്പോഴേക്കും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ കണ്ടില്ലേ, നല്ലൊരു ചെറിയ ബ്രൗൺ ആയത് കണ്ടില്ലേ. ആണ് ബ്രൗൺ ആവുന്നതിന് മുമ്പ് തന്നെ ഇടാൻ ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ്. ഇനി ഞാൻ നല്ല സിമ്മിലിട്ടിട്ട് നമ്മുടെ ഈ കൊച്ചുള്ളി ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പം കൊച്ചുള്ളി ഏകദേശം നന്നായി വഴണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാടങ്ങ് വഴണ്ട് ഉടഞ്ഞിട്ടൊന്നുമില്ല. ഇനി നമുക്കതിലേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഇത് രണ്ടും കൂടി ഇനി നന്നായി ഒന്ന് വഴണ്ട് ഒന്ന് ഉടഞ്ഞ് വരണം. എന്നിട്ട് മതി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കുന്നത്. പച്ചമുളകും ഇട്ട് കൊടുക്കാമേ. പച്ചമുളകും ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയുടെ ഇട്ട് കൊടുക്കാമേ. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഈ സിമ്മിൽ കിടന്നൊന്ന് വഴണ്ട് ഉടയട്ടെ കേട്ടോ. ചെറിയ തീയിൽ കിടന്ന് വഴണ്ട് വരുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത്. കണ്ടോ, നമ്മുടെ സവാളയും കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് ശരിക്ക് വഴണ്ട് ഉടഞ്ഞ് വരുന്ന കണ്ടോ. ഇങ്ങനെ ചെറു തീയിൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നതാണ് രുചി കേട്ടോ. നമ്മുടെ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ അടുപ്പിലല്ലേ ഉണ്ടാക്കുന്നത് നാട്ടിലൊക്കെ. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ അടുപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ചെറു തീയിൽ ഈ ഉള്ളി ഒക്കെ സവാള എല്ലാം കൂടെ വഴറ്റി അത് നല്ല ടൈം എടുത്തുണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറാണ് കേട്ടോ. അപ്പോൾ ആ ബീഫ് കറി കൂട്ടാൻ നല്ല രുചിയായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെങ്ങും അങ്ങനൊന്നും പറ്റില്ല, നമ്മുടെ ഗ്യാസിലേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ തീ ഇടുക. എന്നിട്ട് ഇത് നന്നായി ഇങ്ങനെ വഴറ്റി ഉടച്ചെടുക്കുക. ഇച്ചിരി ടൈം എടുക്കും, എന്നാലും നല്ലൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും അതിന്. ആ ഒന്ന് വഴണ്ട് വന്നെടുക്കുന്ന ആ ഒരു ബീഫ് കറിക്ക് നല്ല രുചിയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് പതുക്കെ ഇങ്ങനെ ഉടച്ചെടുക്കാമേ. നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കൂടി എന്നോടൊന്ന് പറയണം. എന്താണ് സ്പെഷ്യലായിട്ട് ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കും, ഇങ്ങനെ ഇച്ചിരി സ്പെഷ്യലായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മളൊരു ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഏത് ഫുഡ് ഉണ്ടാക്കിയാലും അതിനൊരു രുചി കാണും. നമ്മൾ ഈ എടിപിടി എന്നൊക്കെ ചെയ്ത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ നോക്കുമ്പോഴായിരിക്കും പലപ്പോഴും ഫ്ലോപ്പായി പോകാറുള്ളത്. എനിക്കും അങ്ങനെയാണ് പലപ്പോഴും പറ്റാറുള്ളത്. നമ്മളിങ്ങനെ മനസ്സറിഞ്ഞ് സന്തോഷിച്ച് നമ്മുടെ ഹാപ്പിനെസ് എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ബാക്കി പ്രൊസീജിയർ കിടക്കുകയാണ്, നോക്കാം എങ്ങനെയാണെന്നല്ലേ. ഇത് ഏകദേശം ആയിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായി ഏകദേശം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാമേ. ഞാൻ പറയുന്നത് കുറച്ച് തക്കാളി ഇടുന്നുള്ളേ. എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തക്കാളിയൊന്നും ബീഫിന് അധികം ഇടാറില്ല കേട്ടോ. പൊതുവെ ഇടാറേ ഇല്ല മമ്മി അങ്ങനെ തക്കാളിയൊന്നും.
പക്ഷെ ചെറിയൊരു പുളിക്ക് വേണ്ടി ചെറിയൊരു പുളി മധുരം എല്ലാം കൂടെ വരാൻ വേണ്ടിയാണ് ഈ തക്കാളി ഈ സവാളയൊക്കെ ഇടുന്നത്. അതിനാണ് ഇച്ചിരി യൂസ് ചെയ്യുന്നത്. ഇനി ഈ തക്കാളിയുടെ ഒന്ന് വെന്ത് ഉടയണേ. ഇത് നമ്മുടെ തക്കാളി നന്നായി ഉടഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലകളെല്ലാം ചേർക്കാമേ. അപ്പോൾ ആദ്യം തന്നെ ഇതൊരു 2.5 ടീസ്പൂൺ ഇതുണ്ട് നമ്മുടെ മല്ലിപ്പൊടി ഇട്ടു. അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി ഒന്ന് മൂത്തതിന് ശേഷം ഞാൻ മുളക് പൊടി ഇടുവാണേ. 2 ടീസ്പൂൺ മുളക് പൊടിയുണ്ട്. അപ്പോൾ അതും ഇനി ഒന്നൊന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കും. അതുപോലെ ഞാൻ കുറച്ച് എണ്ണ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് തോന്നും ഇത് ഒട്ടും എണ്ണയില്ലല്ലോ എന്ന്. കാരണം നമ്മുടെ ബീഫിന് ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ, വേവിച്ച് വെച്ച ബീഫ് നന്നായി നെയ്യുള്ളതാണ്. അതിൻ്റെ കൂടി ഇനി ഓവറായിട്ട് നമുക്ക് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതെല്ലാം മൂപ്പിച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഇട്ടാൽ മതി. കാരണം നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി നന്നായിട്ടാണ് ബീഫ് വേവിച്ചത്. ഞാൻ ഇടും, അതുകൊണ്ടാണ് ഇച്ചിരി ഇട്ടത് കേട്ടോ. പിന്നെ മെയിൻ സാധനമായ മീറ്റ് മസാല ഇട്ടു. മീറ്റ് മസാല ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇനി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബീഫ് വേവിച്ച് വെച്ച് ഇതിലേക്ക് ചേർക്കാമേ. അപ്പം ഞാൻ നമ്മുടെ ആ ടൈമിൽ വീഡിയോ എടുത്ത വോയിസ് അങ്ങ് മാറ്റി. കാരണം നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനതങ്ങ് മാറ്റിയത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വേവിച്ച് വെച്ച ബീഫ് എടുത്തു. അപ്പോൾ ഈ ബീഫ് എന്ന് പറയുന്നത് ഞാൻ ഫുള്ള് എടുത്തില്ല. എനിക്കും കുഞ്ഞുമണീസിനോടൊക്കെ ഇച്ചിരിയും പോരെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കി എടുത്ത് മാറ്റി വെച്ചു. ഇനി നെക്സ്റ്റ് ഡേയിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് ഞാനത് മാറ്റി കുറച്ചേ എടുത്തുള്ളൂ. എൻ്റെ ഈ വോയിസ് കേട്ട് നിങ്ങൾക്ക് എന്തോ പോലെ തോന്നില്ല. നല്ല പനിയാണ്, മൂക്കൊക്കെ അടഞ്ഞിരുന്നിട്ടാണ് ഞാൻ ഈ ഒരു വോയിസ് തരുന്നത് കേട്ടോ. അതുപോലെ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായി കേട്ടോ. ഇപ്പോഴാണ് അതൊന്ന് കറക്റ്റ് രീതിയിൽ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ പോട്ടെ. നമ്മുടെ ബീഫ് നന്നായി ഞാൻ ആ മസാലയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നന്നായി കുരുമുളക് കൂടെ ചേർക്കണം കേട്ടോ. ആ കുരുമുളക് കൂടെ ചേർക്കുമ്പോഴാണ് ആ ബീഫിന് നല്ല രുചി വരുന്നത്. ഇതിലൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാനത് ചേർക്കാൻ മറന്നുപോയി. വേറെ ഒന്നുമല്ല, തേങ്ങാക്കൊത്ത് നന്നായി വറുത്തിതിലിടണമായിരുന്നു. സത്യത്തിൽ ഞാനതങ്ങ് മറന്നുപോയി കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ തേങ്ങാക്കൊത്തൂടെ നന്നായി ഇതിൽ വറുത്തിടണേ. അപ്പോൾ അതിന് നല്ല രുചിയായിരിക്കും. അപ്പം ഞാൻ എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കാതെ വേണേലും ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. അത് നല്ല രുചിയാണ്. പക്ഷേ എനിക്ക് ഇത്തിരി വെള്ളം വേണമായിരുന്നു. അതിന് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു. ആ വെള്ളം ഒന്ന് ഒഴിച്ച് തിളച്ചൊന്ന് പറ്റി കുറുകിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടു. അപ്പോഴേക്കും അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ബീഫ് റെഡിയായി. ഇത് നല്ല അടിപൊളി വേവിച്ച കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഈസി ആയിട്ടുള്ള കാര്യമല്ലേ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഈ ഒരു കുറുകി വരുന്ന സമയത്താണ് നമ്മൾ തീ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം എല്ലാം റെഡിയായി. ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറാണ്. തന്നെ വെച്ചിട്ട് തന്നെ സൂപ്പറാണെന്ന് പറയുകയാണെന്ന് വിചാരിക്കില്ല. പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ. അപ്പോൾ അടിപൊളി ഈസി ബീഫ് കറി റെസിപ്പി കിട്ടിയില്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ സ്പെഷ്യലായിരുന്നു ബീഫ് റോസ്റ്റെന്നോ കറിയെന്നോ എന്ത് വേണേലും നമുക്ക് പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.